കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇങ്ങോട്ട് വാടാ. എന്തായിരുന്നടാ നിന്റെ ഉദ്ദേശം? എന്തായിരുന്നടാ? ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ദശരഥ രാമവർമ്മ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ചെയർമാൻ ദേവൻ. സാറായിരുന്നു. എന്നൊന്നും ചെയ്യല്ല സാർ. സാർ ആരെന്ന് അറിയില്ലായിരുന്നു. വിട്ടേക്ക് സാറേ, എനിക്ക് സാറിന്റെ ആളാണെന്ന് അറിയില്ലായിരുന്നു. തെറ്റുപറ്റിപ്പോയി സാർ. മാഡം എന്നോട് ക്ഷമിക്കാൻ പറ മാഡം. എന്നെ വെറുതെ വിടാൻ പറ മാഡം. നിന്റെ ഓവർ ആക്ഷൻ ഒന്നും എന്റെ അടുത്ത് വേണ്ട. പറയുന്നത് മാത്രം കേട്ടോ. നിങ്ങൾ ഇന്നലെ ഷൂട്ട് ചെയ്ത സോങ്ങിന്റെ വീഡിയോ ഉണ്ടല്ലോ, അതിവിടെ മാത്രമല്ല ഈ ലോകത്തൊരിടത്തും അത് റിലീസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ സാറേ? ഒരുപാട് കാശ് ചെലവാക്കിയല്ലേ ഞാൻ. അതിന് എത്ര വലിയ തുകയാണെങ്കിലും അത് ഞാൻ തന്നേക്കാം. പക്ഷേ ആ വീഡിയോ പുറത്തു വരില്ലെന്ന് ഉറപ്പ് തരണം. അഥവാ അതെങ്ങാനും പുറത്തു വന്നാ നിന്റെ പരടത്തലവൻ ഇവിടെ കാണില്ല. ഇല്ല സാർ, ഞാൻ റിലീസ് ചെയ്യില്ല സാർ. റിലീസ് ചെയ്യില്ല സാർ. മൈൻഡ് ഇറ്റ്. വാ. ചേച്ചിക്ക് പ്രൊഡ്യൂസറെ കാണാൻ പറ്റുമോ ആവോ? പ്രൊഡ്യൂസർ എന്ത് പറഞ്ഞു കാണും? ആ വീഡിയോ എങ്ങനെ റിലീസ് ചെയ്ത് എന്ത് ചെയ്യും? ചേച്ചി എന്തായി? പ്രൊഡ്യൂസറെ കണ്ടോ? എന്താ പറഞ്ഞത്? വീഡിയോ റിലീസ് ചെയ്യില്ലല്ലോ. എന്താ ചേച്ചി ഒന്നും മിണ്ടാത്തത്? ഞാനിവിടെ തീ തിന്നോണ്ടിരിക്കാൻ അറിയില്ല ചേച്ചിക്ക്. മിണ്ടത് നിന്നാ ഞാൻ എന്താ ചെയ്യാ? അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് എന്ത് കാര്യം? വീഡിയോ എന്റേതല്ലേ, പിടിക്കപ്പെടുന്നത് ഞാനല്ലേ. ചേച്ചിക്ക് എന്ത് ചെയ്തു? അനിയത്തിയുടെ ജീവിതം എന്തായാലും എന്താ? ചേച്ചിക്ക് അതൊന്നും ചിന്തിക്കണ്ടല്ലോ. വാ തുറന്ന് പറ ചേച്ചി. പറയ ചേച്ചി, ഒന്ന് പറയാനല്ലേ പറഞ്ഞേ. എന്താ പറ്റിയത്? ദേവാ
എപ്പോ തൊട്ടാ നീ ഭാര്യയെ തല്ലാൻ ശീലിച്ചത്? എന്താണ് കാര്യം? നിന്നോടാ ദേവ ഞാൻ ചോദിച്ചേ, എന്താ സംഭവിച്ചെന്ന്? നീ ദേഷ്യപ്പെടല്ലേ കൗസല്യ. ഇന്ന് വരെ നീ ഇത്രയേറെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ഭാര്യയെ തല്ലാനും മാത്രം അത്രയ്ക്ക് വലിയ എന്ത് തെറ്റാ അവള് ചെയ്തത്? എന്ത് തെറ്റാ നീ ചെയ്തേ? നീ എങ്കിലും പറ വൈദേഹി, എന്താ സംഭവിച്ചത്? അല്ല മോളെ, എന്താ നിന്റെ കോലം ഇങ്ങനെ? എന്താ നിനക്ക് പറ്റി? ഈ അസമയത്ത് എന്തിനാ അവള് പുറത്തേക്ക് പോയേ? അതെന്തിനാന്ന് ആദ്യം ചോദിച്ചൂടെ? നീ എവിടേക്കാ മോളെ ഈ പോയി? വീടിന്റെ അന്തസ് രക്ഷിക്കാൻ പോയതാ അവള്. എന്നിട്ട് രക്ഷിക്കാൻ പറ്റിയോ ഈ വീടിന്റെ അന്തസ്? കച്ച കെട്ടിക്കൊണ്ട് പേരുദോഷം ഉണ്ടാക്കാനുള്ളവർ ഇറങ്ങി തിരിച്ചാ രക്ഷപ്പെടുത്താൻ ഒത്തിരി പാടാ. നമ്മുടെ വീട്ടിലെ പല പ്രശ്നങ്ങൾക്കും വൈദേഹ്യം ദൃക്സാക്ഷിയാണല്ലോ. ആശ്രമത്തിലൊരു പുതിയ ഗുരു വന്നത്രേ. പരിഹാരം വല്ലതും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടി അവൾ ഇവള് പോയത് പ്രൊഡ്യൂസറെ കാണാനല്ലേ? ആശ്രമത്തിലെ ഗുരുക്കളെ കാണാനാണെന്നും പറഞ്ഞ് അവൻ കവർ ചെയ്യുന്നു. സത്യാണോ മോളെ? പക്ഷെ നീ ഇവിടുന്ന് ഇറങ്ങിയപ്പോ ആനന്ദിന്റെ അടുത്തേക്കാണോന്ന് ഞാൻ ചോദിച്ചപ്പോ ആണെന്ന് പറഞ്ഞല്ലേ പോയെ? ശരിക്കും നീ ആശ്രമത്തിലേക്കാ പോയേ? എന്നിട്ട് നീ എന്തിന് ഇത്ര പേടിച്ചരണ്ട് നിൽക്കുന്നു? സത്യത്തിൽ എന്താ നടന്നത്? അമ്മേ, തിരിച്ചു വരുന്ന വഴി ഏതോ ഒരുത്തൻ ഇവളോട് മോശമായിട്ട് പെരുമാറി. ഏതായാലും ഭാഗ്യം കൊണ്ട് കൃത്യം ആ സമയത്ത് തന്നെ ഞാൻ അതിലെ പാസ് ചെയ്തു. അതുകൊണ്ട് ഇന്ന് എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞു. മറ്റുള്ളവരെ രക്ഷിക്കാൻ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളും ഉണ്ടാവും. മിനിയ, വിളിച്ചോണ്ട് പോകും. നല്ല വിഷമം കാണും. ചേച്ചി എനിക്കിപ്പോഴും ഒരു സംശയം ഉണ്ടല്ലോ ദേവ. വൈദേഹി ആശ്രമത്തിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴി ഏതോ ഒരുത്തൻ ശല്യപ്പെടുത്തിയപ്പോ ദേവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിന്റെ പേരിൽ എന്തിനാ ശ്രേയെ തല്ലിയത്? അതും ഇതും തമ്മിൽ എന്താ ദേവ ബന്ധം? സാധാരണ അങ്ങനെയാണല്ലോ. മറ്റുള്ളവരോടുള്ള ദേഷ്യം മുഴുവൻ ഭർത്താവ് ഭാര്യയുടെ അടുത്താണല്ലോ തീർക്കാറ്. അങ്ങനെ വല്ല കൈപ്പിഴയും പറ്റിയതാണോ? അതോ മറ്റു വല്ല
സ്പെഷ്യൽ റീസൺ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ ദേവ. ചില പ്രശ്നങ്ങൾക്ക് കാരണം അന്വേഷിക്കരുത് ഏട്ടത്തി. പിന്നെ അങ്ങനെ എല്ലാത്തിന്റെയും വിശദീകരണം തേടാൻ തുടങ്ങിയ ഊർമിളയടത്തേക്ക് പിന്നെ അതിന് മാത്രമേ സമയം ഉണ്ടാവൂ. ഇതായിപ്പം നന്നായേ. ഉരുളി ചെന്ന് മദ്ദളത്തോട് പറഞ്ഞ പോലെ ഒടുവിലവൻ എന്റെ നേരെ തിരിഞ്ഞല്ലോ. അതെന്തിനാണോ ആവോ? വായിക്കിടക്കുന്ന നാക്കിന്റെ ഗുണമാ മറ്റുള്ളവരുടെ വായിരിക്കുന്ന കേൾപ്പിക്കുന്നത്. അയ്യോടാ, അതിനിപ്പോ ഞാൻ എന്തു പറഞ്ഞെന്നാ? ഭാര്യയുടെ കരണക്കുറ്റി തല്ലിപ്പൊളിച്ചിട്ട് ഭാര്യയുടെ ചേച്ചിയുടെ കാര്യത്തിൽ വല്ലാത്ത സ്നേഹവും കരുതലും അല്ലായിരുന്നോ? എന്തായിരുന്നു ആ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എന്നാ ചോദിച്ചു. പാടില്ലെങ്കിൽ ഇനി ചോദിക്കില്ല. സത്യത്തിൽ ഇത് എന്റെ മാത്രമല്ല. ഇവിടെ എന്നെ പോലെ പല മനസ്സുകളിലും ഇതേ സംശയം ഉണ്ടാവും. പക്ഷെ ഞാനത് തുറന്നു പറയുന്നു, മറ്റാരും അത് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. കൂടുതൽ പ്രസംഗിക്കണ്ട. നിനക്ക് മാത്രമേ ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടാവാറുള്ളൂ, മറ്റാർക്കും ഇല്ല. പോയിക്കോ ഇവിടുന്ന്. വൈദേഹിച്ചതിനെ കരയുന്നേ? കാരണം പറയണ്ട. പറയാൻ പറ്റുന്നതായിരുന്നെങ്കിൽ ദേവട്ടൻ അപ്പോഴെ അവിടെ തന്നെ പറയുമായിരുന്നില്ലേ? എന്താണെന്ന് എനിക്കറിയില്ലെങ്കിലും മറ്റാരെ കുറിച്ച് ചിന്തിക്കാതെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശ്രേയനെ തല്ലിയെന്നുണ്ടെങ്കിൽ ദേവേട്ടന്റെ മനസ്സിന്റെ വൈദേഹിച്ചിക്കുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലായില്ലേ? എന്റെ ദേവേട്ടൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന വ്യക്തിയാ. വൈദേഹിച്ചിയുടെ കാര്യം വരുമ്പോ മറ്റാരെ കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല. അത്രയ്ക്ക് ഉയരത്തിലെ ചേച്ചിക്കുള്ള സ്ഥാനം. ഈ സ്നേഹം ഇവിടെയുള്ള മറ്റാർക്കെങ്കിലും മനസ്സിലാവുമോ എന്നറിയില്ല. ആരെങ്കിലും അംഗീകരിക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും നിങ്ങളുടെ സ്നേഹം തോൽക്കരുത്. എങ്ങനെ വിജയിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ വിജയിക്കുമെന്ന് തന്നെയാ എന്റെ ഉൾമനസ്സിനോട് പറയുന്നത്. ഇത്രയും വലിയ സ്നേഹം തോറ്റാ പിന്നെ ഈ ലോകത്ത് തന്നെ സ്നേഹം എന്ന വാക്കിന് തന്നെ ഒരു വില ഉണ്ടാവത്തില്ല. ഈ പ്രണയം തോക്കാൻ പാടില്ല. ഞാനിവിടുത്തെ ജോലിക്കാരനാണെങ്കിലും എന്നോട് ഇവിടെയുള്ള എല്ലാവർക്കും നല്ല സ്നേഹം. ഈ വീട്ടിലെ ഇളയ കുട്ടി പോലെയാ ഞാൻ പറയുന്ന കേക്ക്. ആ സീതാരാമൻ സത്യമായിട്ട് ഈ സീതാരാമന്റെ പ്രണയം വിജയിക്കും. ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എന്റെ പ്രാർത്ഥന കൂടെ ഉണ്ട്. എന്തൊരു മനസ്സാ നിന്റേത്. കുറച്ചെങ്കിലും മനസാക്ഷി എന്ന് പറയുന്ന ഉണ്ടായിരുന്നെങ്കിൽ. തെറ്റ് ചെയ്തത് മുഴുവൻ നീ. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ വൈദേഹി ആ സമയത്ത് ആ ദുഷ്ടന്മാരുടെ ഇടയിലേക്ക് ചെന്നത്. തിരിച്ചു കയറി വന്ന അവളോട് എന്താ പറ്റിയതെന്ന് ചോദിക്കാതെ അവളെ തന്നെ കുറ്റം പറയാൻ നോക്കുന്നോ എന്ന് വെച്ചാ
നിനക്ക് നിന്റെ കാര്യം മാത്രമാണ് വലുത്. ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റിയാലും നിനക്കൊരു കുഴപ്പമില്ല. നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരെയും നീ ബലി കൊടുക്കുമല്ലേ? എന്ന് വെച്ചാ ആ പാവം നിന്റെ ചേച്ചി ആയതുകൊണ്ട് നിനക്ക് വേണ്ടി അവളെല്ലാം സഹിച്ചോണല്ലേ? സത്യത്തിൽ ഇന്ന് വരെ നിനക്ക് വേണ്ടി അവൾ നഷ്ടപ്പെടുത്തിയതിന്റെ വില എന്താന്ന് പോലും നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇന്ന് നീ ഈ വീട്ടിലെ മരുമകളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ സൗകര്യങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കാരണം അവള് മാത്രം. താലി കെട്ടിയത് ചേച്ചിക്കാണെന്ന് ഇയാൾക്ക് മനസ്സിലായോ? ഇയാളെങ്ങാനും ആ സത്യം അറിഞ്ഞ ബെഡ്റൂമിൽ നിന്ന് മാത്രമായിരിക്കില്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ എന്നെ അടിച്ചിറക്കും. നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിച്ചവളോട് നന്ദിയില്ല എന്നുള്ളത് പോട്ടേന്ന് വെക്കാം. ഒരല്പം മനുഷ്യത്വമെങ്കിലും അവളോട് കാണിക്കാൻ പാടില്ലായിരുന്നു. എനിക്കെന്തോ ഈ വീട്ടിൽ വലിയ വിലയാന്ന് തോന്നുമല്ലോ. മരുമകളായിട്ട് കയറി വന്നിട്ട് ഭാര്യയുടെ സ്ഥാനം പോലെ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ എന്റെ സ്വപ്നമെങ്കിലും നിറവേറട്ടെ എന്ന് കരുതിയത്, ഷൂട്ടിങ്ങിന് ഇറങ്ങിപ്പോയത്. ദേവേട്ടൻ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു ചിന്തയും എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. ഞാൻ എങ്ങനെ നിന്നെ സ്നേഹിക്കും? അന്ന് താലി കെട്ടുന്നതിന് മുമ്പ് മണ്ഡപത്തിൽ നിന്ന് വിളിച്ചോണ്ട് പോയി മാറ്റി നിർത്തി നിന്നോട് ഞാൻ ചോദിച്ചതാ, ഞാൻ ഇതുവരെ സ്നേഹിച്ചത് നിന്നെ തന്നെയാണോന്ന്, എന്നോട് നിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടോന്ന്. ഒരക്ഷരം പോലും നീ പറഞ്ഞില്ല. അന്നത് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇത്രയും വലിയൊരു ഗതികേട് ഉണ്ടാവില്ലായിരുന്നു. അതിനെന്ന് ദേവേട്ട് സംസാരിച്ചത് എന്നോടല്ലല്ലോ, എന്റെ ചേച്ചിയോടല്ലേ. എന്നിട്ട് ഇതുവരെ നിന്നെ ഉപേക്ഷിക്കാതെ ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്റെ പ്രണയം എന്നോട് അപേക്ഷിച്ചത് ഈ ഒരു ത്യാഗം മാത്രമാ. നിന്നെ പോലെ സ്വാർത്ഥത കാണിച്ചില്ല അവള്. പിന്നെ സ്നേഹമൊന്നും സ്നേഹമുള്ളിടത്തേക്ക് മാത്രമേ ആകർഷിക്കപ്പെടുകയും എത്തിപ്പെടുകയും ചെയ്യുള്ളൂ. സ്വാർത്ഥ താല്പര്യങ്ങളുടെ ആയുധമായി സ്നേഹം മാറുന്നിടത്ത് പ്രണയമുണ്ടാവില്ല. പറയൂ ചേച്ചി. നീ എവിടേക്കാ മോളെ പോയെ? ഈ വീടിന്റെ അന്തസ് രക്ഷിക്കാൻ പോയതാ അവള്. കച്ച കെട്ടിക്കൊണ്ട് പേരുദോഷം ഉണ്ടാക്കാനുള്ളവർ ഇറങ്ങിത്തിരിച്ചാ രക്ഷപ്പെടുത്താൻ ഒത്തിരി പാടാ. ഭാര്യയുടെ കരണക്കുറ്റി തല്ലിപ്പൊളിച്ചിട്ട് ഭാര്യയുടെ ചേച്ചിയുടെ കാര്യത്തിൽ വല്ലാത്ത സ്നേഹവും കരുതലും അല്ലായിരുന്നോ? എന്തായിരുന്നു ആ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എന്നാ ചോദിച്ചേ. പാടില്ലെങ്കിൽ ഇനി ചോദിക്കില്ല. ഒന്ന് നിന്നേ ദേവാ. എല്ലാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാന്. ഇപ്പൊ എനിക്കറിയണം എന്താ അന്നേരം നടന്നേ. ചില കാര്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് അമ്മേ നല്ലത്. എന്നാ ശരി, ശ്രേയോട് തന്നെ ചോദിച്ചറിഞ്ഞോളാം. അമ്മേ, ഈ കാര്യം അമ്മ അറിഞ്ഞതുകൊണ്ട് മാത്രം ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ ദേവാ, ഞാൻ നിന്റെ അമ്മയാ. അറിഞ്ഞിരിക്കാനുള്ള അവകാശങ്ങളുണ്ടല്ലോ എനിക്ക്. അമ്മയായതുകൊണ്ട് മാത്രം ഞാൻ എത്രയെങ്കിലും പറയാൻ നിന്നത്. പക്ഷെ ഇതിലമ്മ പേടിക്കൊന്നും വേണ്ട. നാളെ നടക്കുന്ന ഹോമം ഞാൻ ശ്രേയോടൊപ്പം തന്നെ ചെയ്തോളാം. നിക്ക് ദേവാ. കല്യാണത്തിന് മുമ്പ് നീ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചില്ലേ? ആ പെൺകുട്ടി ആരാണ്? ഒരിക്കൽ ഞാനിത് പറയാനാഞ്ഞതാ, പക്ഷെ അമ്മ അത് കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. ഇപ്പൊ ഞാൻ തന്നെയല്ലേ ചോദിക്കുന്നേ, ആരാ കുട്ടി?
ശ്രേയ ഒന്നീ മഫ്ലർ പിടിക്കോ, ഞാനൊന്ന് കൈ കഴുകിട്ട് വരാവേ. പെട്ടെന്ന് വരണേ. എടാ, ഞാൻ അവളെ കാണിച്ചു തരാൻ നിന്ന അവള് വേറെ വല്ലതും വിചാരിക്കും. അതുകൊണ്ട് നീ തിരിഞ്ഞു നോക്ക്, അവൾ അവിടെ ഉണ്ട്. ഓഹോ, ദേവേട്ട പ്രണയിച്ചപ്പോ ഈ പെണ്ണിനെ അല്ലേ? അപ്പൊ നിനക്ക് ഇവിടെ അറിയാവോ? അതെന്തൊരു ചോദ്യം ദേവേട്ട. ധർമ്മസ്ഥാനത്തെ രാമന്റെ മോളാ. പേരെന്താ? ശ്രേയ. ശ്രേ, അവൾക്കൊരു കുടുംബത്തിലെ ശീലങ്ങളും രീതികളും അറിയില്ല എന്ന് നീ മാത്രം പറയരുത്. അതിന്റെ പ്രതിരൂപമാണ് വൈദേഹി. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? കല്യാണം കഴിപ്പിച്ച് അയക്കാനല്ല വൈദേഹി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്. പക്ഷെ നമ്മുടെ മോൻ കല്യാണത്തിന് മുമ്പ് പ്രേമിച്ചത് അവളെയാ, വൈദേഹിയെ. ഇഷ്ടപ്പെട്ട പെൺകുട്ടി കൺമുമ്പിൽ തന്നെ ഉള്ളപ്പോ അവളെ മറക്കാൻ അവനെ എങ്ങനെ കഴിയും? അതുകൊണ്ടല്ലേ ശ്രേയൻ അവനിങ്ങനെ മാറ്റി നിർത്തുന്നത്. അതുകൊണ്ട് വൈദേഹിനി ഇവിടെ ഉണ്ടാവരുത്. ഉണ്ടെങ്കിൽ ദേവന്റെ ജീവിതം തകർന്ന് തരിപ്പണാകും. വീടിന്റെ അന്തസ്സ് തന്നെ തകരും. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. വൈദേഹിയെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക ദാസേട്ടാ. ദാസേട്ടന് തന്ന വാക്ക് നിറവേറ്റാൻ കഴിയാത്തത് കൊണ്ട് എന്നോട് ക്ഷമിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനേക്കാളും അഭിമാനത്തെക്കാളും കൂടുതൽ ഒന്നിനും പ്രാധാന്യം കൊടുക്കുന്നില്ല ഞാൻ. അതുകൊണ്ട് വൈദേഹിനി ഇവിടെ വേണ്ട.